കർണാടകയിൽ മണ്ണിടിച്ചിലകപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തി നാളെ വീണ്ടും പുനരാരംഭിക്കും. സിജു കണ്ണനുണ്ട് വിശദാംശങ്ങളുമായി. സിജു, ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏകദേശം വൈകിട്ട് 7 മണിയോടുകൂടി നിർത്തിയിരുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് പോയാൽ വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് 6ാം ദിവസത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണം സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി ഇന്ന് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ സ്ഥലത്തെ മണ്ണ് 90% നീക്കം ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ട്രക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന തരത്തിൽ കർണാടക സർക്കാർ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘത്തിന്റെ ആളുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ നിലവിലെ മണ്ണ് നീക്കിയിരിക്കുന്നത് റോഡിലെ മണ്ണ് മാത്രമാണ് നീക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് തെരച്ചിൽ നാളെയും തുടരും. സൈന്യവുമായി ബന്ധപ്പെട്ട് ഈ തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഔദ്യോഗികമായി സർക്കാർ അറിയിച്ച കാര്യം ആ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെയും മണ്ണ് നീക്കുമെന്നാണ്. 90% മണ്ണ് നീക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റോഡിലെ മണ്ണ് നീക്കി എന്നാണ് അർത്ഥമാകുന്നത്. കാരണം പ്രദേശവാസികൾ വൈകുന്നേരം കേരളീയ ന്യൂസിനോട് നേരിട്ട് ആ സമയത്ത് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ സ്ഥലത്ത് പുഴയുടെ കരയിലേക്ക് ചേർന്ന് ചായക്കടയുണ്ട്. അതിന് നേരെ എതിർവശത്തായാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത്. ഈ മലയോട് ചേർന്ന് ഒരു കെർവ് ഉണ്ടായിരുന്നു, ഒരു വളവുണ്ടായിരുന്നു. വാഹനങ്ങൾ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന അത് തന്നെയാണ്. ഈ വളവ് അവിടെ ഉണ്ടായിരുന്നുവെന്നും അവിടെ വാഹനം പാർക്ക് ചെയ്തിരുന്നുവെന്നുമാണ് കേരളത്തിൽ നിന്നെത്തിയ ദൗത്യ സംഘത്തിലുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ അവിടെ തിരച്ചിൽ തുടരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ കമാൻഡറുമായി സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് നാളെ തിരച്ചിൽ ഈ മേഖലയിൽ തുടരും. പൂർണ്ണമായും ഈ രക്ഷാദൗത്യം നല്ല രീതിയിൽ പൂർത്തീകരിച്ചതിന് ശേഷമേ ഇവിടെ നിന്ന് മടങ്ങൂ എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. പുഴയിലേക്കുള്ള ഒരു തിരച്ചിലിന്റെ സാധ്യതയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അത് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അത്തരത്തിൽ കാര്യം പറഞ്ഞത്. പുഴയിലേക്ക് വാഹനം ഒലിച്ചുപോയി എന്നത് ഉൾപ്പെടെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നിലവിൽ വലിയ ഒഴുക്കുള്ളതിനാൽ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലാണ് ഈ കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പുഴയിൽ ഈ മണ്ണും കല്ലും ഒലിച്ചു ചേർന്ന് ഒരു മല തന്നെ, ഒരു ചെറിയൊരു കുന്ന് തന്നെ രൂപപ്പെട്ട നിലയിലാണ് ഈ പുഴയിലുള്ളത്. ആഴത്തിലുള്ള പുഴയിൽ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ട്. ഈ മണ്ണടിഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ ലോറി ഉണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. എന്നാൽ 20 അടി താഴ്ചയുള്ള പുഴയിൽ പൂർണ്ണമായും മണ്ണടിഞ്ഞ നിലയിലാണ് ഉള്ളത്. വലിയൊരു കുന്ന് തന്നെ രൂപപ്പെട്ട നിലയിൽ, ചെറിയ ഒരു കുന്ന് പോലെ രൂപപ്പെട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ കാണാം. അവിടെ പരിശോധന നടത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാവികസേനയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുമെന്ന അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഉറച്ചു വിശ്വസിക്കുന്നത്, കേരളത്തിൽ നിന്നുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഈ ഭാഗത്ത് തന്നെ മണ്ണിനടിയിൽ തന്നെ അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യമാണ്. പ്രദേശവാസികൾ പറയുന്നതും ഈ ഭാഗത്ത് മണ്ണ് ഉണ്ട് എന്നുള്ളത്. ഈ ലോറി പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ ലോറി ഉണ്ടാകാം എന്ന തരത്തിലാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും തിരച്ചിലിന് വൈകുന്നേരം 7 മണിയോടെ തന്നെ അവസാനിപ്പിച്ചു. ഒരുപക്ഷെ സർക്കാരിന്റെ ഈ വാദവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇന്ന് നിർത്തിയത്. ഇന്ന് തിരച്ചിൽ നിർത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇത്രയും വ്യാപ്തിയുള്ള ഒരു അപകടം നടന്നിട്ട് 6ാം ദിവസമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തെത്തുന്നത്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വലിയ വിവേചനമൊന്നും കാണിച്ചിട്ടില്ല, ഇതിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു വാദമാണ് സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചത്. ഏതായാലും സർക്കാർ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നു. എന്നാൽ സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ സ്ഥലത്തുള്ള മലയാളി ദൗത്യ സംഘത്തിലെ ആളുകൾ തെരച്ചിൽ തുടരുമെന്ന തരത്തിൽ ഒരു നിർദ്ദേശം അതിന് സിജു വ്യക്തമാണ്. സിജു കണ്ണനാണ് ഷിരൂരിൽ നിന്ന് 6ാം ദിനത്തിലെ അർജുനായുള്ള രക്ഷാ ദൗത്യത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.